+2 കെമിസ്ട്രി യൂണിറ്റ് 13 അമീൻസ് കേരള ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഈ ക്ലാസ്സിൽ വരുന്നത് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, കാർബിലമീൻ റിയാക്ഷൻ, ഹിൻസ്ബർഗ് ടെസ്റ്റ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, സാൻമേയേഴ്സ് റിയാക്ഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2016 ചോദിച്ചത് അമീൻസ് ആർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ്. അമീൻസിനെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻ എന്ന് തരംതിരിക്കാം. റെപ്രസെന്റ് ദ സ്ട്രക്ചർ ഓഫ് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ. സെക്കൻഡറി അമീൻ അതുപോലെ ടെർഷ്യറി അമീൻ എന്നിവയുടെ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് അമീൻസ് എന്ന് പറഞ്ഞാൽ? അമീൻസ് ആർ ആൽക്കൈൽ ഓർ അരൈൽ ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ. NH3 എന്ന് പറയുന്നത് അമോണിയാണ്. ഈ NH3 ഒരു എച്ച് മാറി ഒരു ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു അരൈൽ ഗ്രൂപ്പോ വന്നാൽ പ്രൈമറി അമീൻ. RNH2 പ്രൈമറി അമീൻ. NH3 2 ഹൈഡ്രജൻ മാറി അതിന്റെ സ്ഥാനത്ത് 2 ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 അരൈൽ ഗ്രൂപ്പ് വന്നാൽ സെക്കൻഡറി അമീൻ. NH3 3 ഹൈഡ്രജൻ മാറി 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ ടെർഷ്യറി അമീൻ. ഏത് അമീനാണെങ്കിലും പിരമിഡൽ ജോമെട്രിയാണ്, ട്രയഗണൽ പിരമിഡൽ ജോമെട്രി. നമുക്കറിയാം അമോണിയയുടെ സ്ട്രക്ചർ എന്താണ്? പിരമിഡൽ ജോമെട്രിയാണ്. അതുപോലെ ട്രയഗണൽ പിരമിഡൽ ജോമെട്രിയാണ്. അതുപോലെ തന്നെയാണ് അമീൻസിന്റെ സ്ട്രക്ചറും. നെക്സ്റ്റ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. മാർച്ച് 2017 ചോദിച്ചത് ഈ കാണുന്ന കോമ്പൗണ്ടിൽ ഇതിൽ ഏതാണ് പ്രൈമറി, ഏതാണ് സെക്കൻഡറി? നോക്കൂ, ഇവിടെ കാണുന്ന എന്താ? NH3 ഒരു എച്ച് മാറിയിട്ട് ഒരു അരൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു, പ്രൈമറി അമീൻ. ഇവിടെ NH3 3 എച്ച് മാറിയിട്ട് 2 ആൽക്കൈൽ ഗ്രൂപ്പും ഒരു അരൈൽ ഗ്രൂപ്പും വന്നിരിക്കുന്നു, ടെർഷ്യറി. അതായത് 3 ഹൈഡ്രജൻ മാറിയിട്ട് വേറെ ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നു, ടെർഷ്യറി അമീൻ. ഇവിടെ NH3 2 എച്ച് മാറി, NH3 2 എച്ച് മാറി അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു, സെക്കൻഡറി അമീൻ. ഇവിടെ NH3 ഒരു എച്ച് മാറി അവിടെ ഈ അരോമാറ്റിക് കോമ്പൗണ്ട് വന്നിരിക്കുന്നു, ഇതെന്താണ്? പ്രൈമറി അമീൻ. ഒരു എച്ച് മാറിയിട്ടുള്ളൂ. ഇവിടെ NH3 ഒരു എച്ച് മാറിയാണ് ഈ അരോമാറ്റിക് കോമ്പൗണ്ട് വന്നിരിക്കുന്നത്, നാഫ്തലീൻ എന്ന ഈ അരോമാറ്റിക് കോമ്പൗണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? പ്രൈമറി അമീൻ. നെക്സ്റ്റ്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണ്? ഇവിടെ CH2 6 ടൈംസ് എന്ന് കാണാണ്ടല്ലേ, 6 CH2 ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഈ അറ്റത്തും ഒരു NH2, മറ്റേ അറ്റത്തും NH2. 6 CH2 ഗ്രൂപ്പ് വന്നാൽ ഹെക്സൈൻ ആണ്, ഹെക്സൈൻ. ഈ അറ്റത്തും NH2, ആ അറ്റത്തും NH2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാർബണിലും NH2 ഗ്രൂപ്പ്, 6ാമത്തെ കാർബണിലും NH2 ഗ്രൂപ്പ്. അതുകൊണ്ട് ഇതിന്റെ പേര് ഹെക്സൈൻ 16 ഡൈഅമീൻ. ഹെക്സൈൻ 16 ഡൈഅമീൻ. നെക്സ്റ്റ്, ഹൗ വിൽ യു ക്യാരി ഔട്ട് ദ ഫോളോയിങ് റിയാക്ഷൻ? ഈ പറഞ്ഞ റിയാക്ഷൻസ് എങ്ങനെയാണ് ചെയ്യുക? ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, അതുപോലെ കാർബിലമീൻ റിയാക്ഷൻ. ഓക്കെ, ആദ്യം ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അമൈഡ്, RCONH2 അമൈഡ്. പേരിന്ന് മനസ്സിലാക്കാം, അമൈഡിലേക്ക് ബ്രോമിനാണ്, ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലി. RCONH2 അമൈഡ്, അതിലേക്ക് ബ്രോമിൻ ചേർക്കുന്നു, ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലി, NaOH അല്ലെങ്കിൽ KOH. അപ്പൊ ഇവിടെ സംഭവിക്കുക, ഇതിന്റെ ഇടയിലുള്ള ഈ CO ഗ്രൂപ്പാണ് പോകും. അങ്ങനെ RNH2 ആയി മാറി, പ്രൈമറി അമീൻ. ഇങ്ങനെ ഉണ്ടായ പ്രൈമറി അമീന്റെ പ്രത്യേകത അമൈഡിനേക്കാൾ ഒരു കാർബൺ കുറവായിരിക്കും. 1 കാർബൺ ലെസ് അമീൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒരു കാർബൺ കുറവുള്ള അമീന് ഉണ്ടാവുന്നു. അതാണ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറയാ ചെയ്യുന്നത്. ഇവിടെ കാർബണിന്റെ എണ്ണം കുറഞ്ഞിട്ട് ഒരു അമീനായിട്ട് മാറി. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? ആസിഡ് അമൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലി ഗിവ്സ് പ്രൈമറി അമീൻ ഹാവിംഗ് 1 കാർബൺ ലെസ് ദാൻ ദ പാരന്റ് അമൈഡ്. പാരന്റ് അമൈഡിനേക്കാൾ ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമീനായിട്ട് മാറുന്നു. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ്, കാർബിലമീൻ റിയാക്ഷൻ. അമീനിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് കാർബിലമീൻ റിയാക്ഷൻ. RNH2 പ്രൈമറി അമീൻ പ്ലസ് ക്ലോറോഫോം ആൻഡ് ആൽക്കലി. അതായത് പ്രൈമറി അമീനിലേക്ക് ക്ലോറോഫോമും ആൽക്കലിയും ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ ഐസോസയനൈഡായി മാറും. RNC ഐസോസയനൈഡ്, RCN സയനൈഡ്, RNC ഐസോസയനൈഡ്. ഐസോസയനൈഡിന് പറയുന്ന പേരാണ് കാർബൈലമീൻ, കാർബിലമീൻ. ഓക്കെ, ഈ കാർബൈലമീനിന്റെ പ്രത്യേകത ഫൗൾ സ്മെല്ലാണ്, ബാഡ് സ്മെല്ലാണ്, ചീത്ത മണമാണ്. അങ്ങനെ ഫൗൾ സ്മെല്ലുള്ള ആൽക്കൈൽ ഐസോസയനൈഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രൈമറി അമീനായിരിക്കും. അങ്ങനെ പ്രൈമറി അമീനെ
മറ്റു അമീൻസിൽ നിന്ന് തിരിച്ചറിയാൻ ഈ ടെസ്റ്റ് യൂസ് ചെയ്യാം, കാർബിലമീൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, aliphatic or aromatic primary amine on heated with chloroform and alcoholic KOH produce foul smell isocyanate or carbylamine. This reaction is called carbylamine reaction. ഈ റിയാക്ഷൻ തരിക പ്രൈമറി അമീൻ മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് പ്രൈമറി അമീനെ മറ്റു അമീൻസിൽ നിന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ ടെസ്റ്റ് യൂസ് ചെയ്യാം. കാരണം സെക്കൻഡറി അമീനും ടെർഷ്യറി അമീനും കാർബിലമീൻ റിയാക്ഷൻ തരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ഓൺലി ബൈ പ്രൈമറി അമീൻസ്. പ്രൈമറി അമീൻസ് മാത്രം തരുന്ന ഒരു റിയാക്ഷൻ ഏതാണ്? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ഏതാണ്? കാർബൈലമീൻ റിയാക്ഷൻ. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ദ ഐസോസൈനൈഡ് ടെസ്റ്റ് ഫോർ ദ പ്രൈമറി അമീൻ. ഈ ഐസോസൈനൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് കാർബിലമീൻ ടെസ്റ്റ്. പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ്, നെയിം ദ റിയാജന്റ് യൂസ് ഇൻ ദ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന റിയാജന്റ് ഏതാണ്? ബ്രോമിൻ ആൻഡ് ആൽക്കലി. അമൈഡിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക? ബ്രോമിൻ ആൻഡ് ആൽക്കലി. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ എബോവ് റിയാക്ഷൻ? മുകളിൽ പറഞ്ഞ റിയാക്ഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒരു കാർബൺ കുറവുള്ള അമീനായിട്ട് മാറും. അതായത് പേരന്റ് അമൈഡിനേക്കാൾ 1 കാർബൺ ലെസ് അമീൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒരു കാർബൺ കുറവുള്ള അമീന് ഉണ്ടാകുന്നു. നെക്സ്റ്റ്, 2 വെൽ നോൺ റിയാക്ഷൻസ് ആർ ഗിവൻ ബിലോ. സജസ്റ്റ് ദ മെയിൻ പ്രോഡക്ട്സ് ഓഫ് ഈച്ച് റിയാക്ഷൻ. ഇവിടെ 2 റിയാക്ഷൻ തരികയാണ്. ഇതിലെ മെയിൻ പ്രോഡക്റ്റ് ഏതാണ്? CH3NH2 പ്ലസ് CHCl3 പ്ലസ് ആൽക്കോളിക് AH. എന്താ കിട്ടുക? CH3N, ഈ സിയും കൂടിയിട്ട് CH3NC, ആൽക്കൈൽ ഐസോസൈനൈഡ് കിട്ടും. ഓക്കെ, കാർബിലമീൻ റിയാക്ഷൻ. അതുപോലെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ CH3CONH2 അമൈഡിലേക്ക് ബ്രോമിൻ ആൻഡ് ആൽക്കലി ചേർത്താൽ ഈ CO പോയിട്ടുള്ള അമീനായി മാറും, CH3NH2. ഓക്കെ, 1 കാർബൺ ലെസ് അമീൻ. നെക്സ്റ്റ്, give 1 chemical test to distinguish methylamine and dimethylamine. Write down the chemical reaction. മീഥലമീനും ഡൈമീഥലമീനും തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? മീഥലമീൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി അമീനാണ്, ഡൈമീഥലമീൻ ഒരു സെക്കൻഡറി അമീനാണ്. മീഥലമീൻ പ്രൈമറി അമീൻ ആയതുകൊണ്ട് കാർബിലമീൻ റിയാക്ഷൻ തരും. ഡൈമീഥലമീൻ ഏത് റിയാക്ഷൻ തരില്ല? കാർബിലമീൻ റിയാക്ഷൻ തരില്ല. നെക്സ്റ്റ്, the reaction in which an amide is converted into primary amine by the action of Br2 and alcoholic NaOH is known as ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അതായത് അമൈഡിലേക്ക് നമ്മൾ എന്താ ചെയ്യണം? ബ്രോമിൻ ആൻഡ് ആൽക്കലി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമീനായിട്ട് മാറുന്നു. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ യൂസിങ് ഹിൻസ്ബർഗ് റിയാജന്റ്. വാട്ട് ഈസ് ഹിൻസ്ബർഗ് റിയാജന്റ്? പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ എന്നിവയെ തിരിച്ചറിയാൻ ഹിൻസ്ബർഗ് റിയാജന്റ് യൂസ് ചെയ്യുന്നു. എന്താണ് ഹിൻസ്ബർഗ് റിയാജന്റ്? ഹിൻസ്ബർഗ് റിയാജന്റ് ഈസ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് CH5SO2Cl. How will you distinguish primary, secondary and tertiary amine using this reagent? അതായത് ഹിൻസ്ബർഗ് റിയാജന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ എന്നിവയെ എങ്ങനെ തിരിച്ചറിയാം? ഓക്കെ, അപ്പോൾ ആദ്യം പ്രൈമറി അമീൻ്റെ കേസ് പറയാം. ഇതാണ് ഹിൻസ്ബർഗ് റിയാജന്റ് CH5SO2Cl. ഇത് ഒരു പ്രൈമറി അമീനാണ്, C2H5NH2. അതായത് NH3 ഒരു H മാറി അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു, പ്രൈമറി അമീൻ. ഈ പ്രൈമറി അമീൻ ഹിൻസ്ബർഗ് റിയാജന്റുമായി റിയാക്ട് ചെയ്താൽ ഈ അമീനിലെ ഒരു എച്ചും ഹിൻസ്ബർഗ് റിയാജന്റിലെ സിയലും കൂടി HCl ആയി പോകും. അങ്ങനെ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു കോമ്പൗണ്ടായിട്ട് മാറി. ഇതിന്റെ പേര് N-ൽ ഈതൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ N-ഈതാൽ ബെൻസീൻ സൾഫോണമൈഡ് എന്നാണ്. N-ഈതാൽ ബെൻസീൻ സൾഫോണമൈഡ്. ഇതിന്റെ പ്രത്യേകത, ഈ നൈട്രജനിൽ ഒരു ഹൈഡ്രജൻ കൂടി ബാക്കിയുള്ള കാരണം കൊണ്ട് ആൽക്കലിയിൽ സോലുബിൾ ആണ്. ഇറ്റ് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. ഇതാണ് അതിന്റെ സെന്റൻസിൽ പറയുകയാണെങ്കിൽ പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയാജന്റ്. ഹിൻസ്ബർഗ് റിയാജന്റ് എന്താണ്? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ഗിവ്സ് N ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് വിച്ച് ഈസ് സോലുബിൾ ഇൻ ആൽക്കലി. ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതാം RNH2 പ്ലസ് CH5SO2Cl. അതായത് ഇതിലത്തെ ഒരു എച്ചും ഈ സിയിലും കൂടി HCl ആയി മാറി. അങ്ങനെ രണ്ടും കൂടി കണക്ട് ചെയ്ത് എഴുതുമ്പോൾ CH5SO2NHR. നെക്സ്റ്റ് സെക്കൻഡറി. Secondary amine react with the Hinsberg reagent gives NN dialkyl benzene sulfonamide which is insoluble in alkali. The Hinsberg reagent. ഇത് സെക്കൻഡറി അമീൻ. അതായത് NH3 രണ്ട് H മാറി അവിടെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്, സെക്കൻഡറി അമീൻ. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ എച്ചും സിയിലും കൂടി HCl-ആയി പോയി രണ്ടും കൂടി ഒരുമിച്ച് ഒന്നായി, ഈ കാണുന്ന പോലെ. ഇതിന്റെ പേര്, ഈ N-ൽ തന്നെ രണ്ട് ഈതൽ ഗ്രൂപ്പ് ഉണ്ട്, NN ഡൈ ഈതാൽ ബെൻസീൻ സൾഫോണമൈഡ്. NN ഡൈ ഈതാൽ
ഡൈ ഈഥൈൽ ബെൻസീൻ സൾഫണമൈഡ്. ഈ CH3 ഇവിടെ അല്ല, തെറ്റി വന്നിരിക്കുകയാണ്, കാരണം ഇവിടെ അതില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈ ഈഥൈൽ ബെൻസീൻ സൾഫണമൈഡ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ്. ഇനി ഈ നൈട്രജനിൽ ഹൈഡ്രജൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് ആൽക്കലിയിൽ സോലുബിൾ അല്ല, ഇൻസോലുബിൾ ഇൻ ആൽക്കലി, ആൽക്കലിയിൽ ലയിക്കില്ല. ഓക്കെ, ഇതുപോലെ ഷോർട്ടാക്കി എഴുതാം. നെക്സ്റ്റ്, ടെർഷ്യറി അമീൻ ഡു നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയാജന്റ്. ടെർഷ്യറി അമീൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല? ഹിൻസ്ബർഗ് റിയാജന്റ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. കാരണം ഇതാണ് ടെർഷ്യറി അമീൻ. NH3 ഒരു H മാറി അവിടെ 3 ആൽക്കി ഗ്രൂപ്പ് വന്നിരിക്കുന്ന ടെർഷ്യറി അമീന്. ഈ കേസിൽ നൈട്രജനിൽ ഹൈഡ്രജൻ ഇല്ലാത്ത കാരണം കൊണ്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല? ഹിൻസ്ബർഗ് റിയാജന്റുമായി റിയാക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നോ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് പ്രൈമറി അമീൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം എ സെക്കൻഡറി അമീൻ യൂസിങ് എ കെമിക്കൽ ടെസ്റ്റ്? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞാൽ ഹിൻസ്ബർഗ് ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ കാർബലമീൻ റിയാക്ഷൻ എഴുതാം. നെക്സ്റ്റ്, നെയിം ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ പ്രൈമറി അമീൻ യൂസിങ് ക്ലോറോഫോം ആൻഡ് KOH. ഐസോസൈനൈഡ് ടെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കാർബലമീൻ ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഡയാസറ്റൈസേഷൻ? എന്താണ് ഡയാസറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? When aniline is treated with nitrous acid in ice cold condition, benzene diazonium chloride is formed. This reaction is called diazotization. അതായത് ഇതാണ് അനിലീൻ CH5NH2. അതിലേക്ക് നൈട്രസ് ആസിഡ് ചേർക്കുകയാണ്, അല്ലെങ്കിൽ അതിന് പകരം സോഡിയം നൈട്രൈറ്റ് NaCl NaNO2 NaCl ചേർക്കുകയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഐസ് കോൾഡ് കണ്ടീഷൻ 273 to 278 കെൽവിൻ, അല്ലെങ്കിൽ നമുക്ക് 0 to 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ CH5 ഈ N-ഉം ഇതിലത്തെ N-ഉം ഇതിലത്തെ Cl-ഉം കൂടിയിട്ട് CH5N2+Cl- എന്നായി മാറും. ഇതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ്, ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡയാസറ്റൈസേഷൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് റിയേജന്റ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് മിക്കവാറും അരോമാറ്റിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യാം. ഓക്കെ, ജനറലായിട്ടാണ് ഈ കാണുന്നത് അനിലീൻ. ഈ കാണുന്ന CH5NH2 അനിലീൻ. അതിലേക്ക് NaNO2+HCl പകരം HS എന്ന് എഴുതി. ഐസ് കോൾഡ് കണ്ടീഷൻ 273 to 278 കെൽവിൻ. അപ്പോൾ ഇവിടെ ഈ N-ഉം ഇതിലത്തെ N-ഉം ഇതിലത്തെ H-ഉം കൂടിയിട്ട് CH5N2+X- ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. ഇതും എഴുതാം, ഇതും എഴുതാം, ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. നെക്സ്റ്റ്, ഹൗ വിൽ യു കൺവേർട്ട് അനിലീൻ ടു ക്ലോറോബെൻസീൻ? അനിലീനെ എങ്ങനെ ക്ലോറോബെൻസീൻ ആക്കി മാറ്റാം? ഇതാണ് അനിലീൻ CH5NH2 അനിലീൻ. അതിലേക്ക് NaNO2HCl ഇൻ ദ പ്രസൻസ് ഓഫ് ഐസ് കോൾഡ് കണ്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ CH5N2+Cl-, അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇതിലേക്ക് CuCl⁻HCl ചേർത്താൽ ക്ലോറോബെൻസീനായി മാറും. ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. നെക്സ്റ്റ്, ഹൗ ഈസ് അനിലീൻ കൺവേർട്ടഡ് ഇൻ ടു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്? അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഹൗ ആർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഒബ്റ്റെയിൻ ഫ്രം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്? ക്ലോറോബെൻസീൻ എങ്ങനെ ഉണ്ടാക്കാം? ബൈ സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ പറഞ്ഞു. ഇനി പറയാത്തത് ഫിനോളാണ്. ഫിനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് ഫിനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അപ്പൊ ഇതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് വാം ചെയ്താൽ മതി. വെള്ളം ഒഴിച്ച് ചൂടാക്കിയാൽ ഇവിടെ N2Cl മാറി അവിടെ OH വരും. അതായത് വാട്ടർ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? H+OH-. ഇതിലത്തെ H+ഉം ഈ Cl-ഉം കൂടി HCl ആയി പോകുന്നു, N2 ഗ്യാസ് ആയി പോകുന്നു, ബാക്കി ഇവിടെ OH- ആണുള്ളത്. അത് N2Cl മാറി അതിന്റെ സ്ഥാനത്ത് വരും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ആണത്. നെക്സ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്.